ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ട് ഫോംസ് ഇൻ കേരളയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെമ്പിൾ ആർട്സ് ആണ്. ടെമ്പിൾ ആർട്സ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ റിലേറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്ന ആർട്ട് ഫോംസിനെയാണ് ടെമ്പിൾ ആർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം എന്ന് പറയുന്ന ടേം മീൻ ചെയ്യുന്നത് ആക്ടിങ് ടുഗെദർ എന്നാണ്. ആൻഡ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്ന ഓൾഡസ്റ്റ് സാൻസ്ക്രിറ്റ് തിയേറ്റർ ട്രഡീഷനാണ് കൂടിയാട്ടം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് ക്ലാസിക്കൽ തിയേറ്റർ ഫോം ഇൻ ദി വേൾഡിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ക്ലാസിക്കൽ തിയേറ്റർ ആണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏൻഷ്യൻ സാൻസ്ക്രിറ്റ് ഡ്രാമ ട്രഡീഷൻസിൽ നിന്നാണെന്നാണ് ബിലീഫ്. അതായത് ഭരതനാട്യശാസ്ത്രയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ മെത്തേഡ്സ് വഴി ഡെവലപ്പ് ചെയ്ത ഒരു ആർട്ട് ഫോം ആണ് കൂടിയാട്ടം. ആൻഡ് ഇറ്റ് ഇസ് പെർഫോംഡ് അറ്റ് കൂത്തമ്പലം. ടെമ്പിൾ ബേസ് ചെയ്തിട്ടുള്ള പ്ലേസ് ആണ്, തിയേറ്റർ പെർഫോമൻസിനുള്ള പ്ലേസ് ആണ് കൂത്തമ്പലം. അവിടെയാണ് കൂടിയാട്ടം പെർഫോം ചെയ്യുന്നത്. ആൻഡ് ട്രഡീഷണലി ഈ പെർഫോമൻസ് ചെയ്യുന്നത് ടെമ്പിൾ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരാണ്. മെയിൽ ആക്ടേഴ്സായിട്ട് ചാക്യാർസും ഫീമെയിൽ ആക്ടേഴ്സായിട്ട് നങ്ങ്യാർസും ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കമ്പൈൻസ് ആക്ടിങ്, ഡാൻസ്, മൈം ആൻഡ് മ്യൂസിക്. ആൻഡ് ഈ ആർട്ട് ഫോമിൽ ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻ, ഹാൻഡ് ജെസ്റ്റേഴ്സ് ആൻഡ് സ്ലോ ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എനാക്ട്മെൻറ്റ്സും ഈ ഒരു ആർട്ട് ഫോമിലുണ്ട്. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മിഴാവ്, ഇടയ്ക്ക, കുഴിത്താളം, ഇങ്ങനെയുള്ള ട്രഡീഷണൽ പ്രിക്കോഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ വരുന്ന മെയിൻ തീംസ് എന്ന് പറയുന്നത് ഹിന്ദു മിത്തോളജിയാണ്. രാമായണവും മഹാഭാരതവും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ദിസ് ആർട്ട് ഫോം, അതായത് കൂടിയാട്ടം, വാസ് റെക്കഗ്നൈസ്ഡ് ബൈ യുനെസ്കോ ആസ് എ മാസ്റ്റർ പീസ് ഓഫ് ദി ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി. അങ്ങനെ ഒരു യുനെസ്കോയുടെ റെക്കഗ്നിഷന് കൂടിയാട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൃഷ്ണനാട്ടമാണ്. കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ലോർഡ് കൃഷ്ണയുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമയാണ് കൃഷ്ണനാട്ടം. ആൻഡ് ഇസ് ഓഫൻ പെർഫോംഡ് അറ്റ് ഗുരുവായൂർ ടെമ്പിൾ. ഇത് ക്രിയേറ്റ് ചെയ്തത് കിങ് മാനവേദ സാമൂരൻ ഓഫ് കാലിക്കറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിട്ടൺ പോയറ്റിക് ടെക്സ്റ്റ് കൃഷ്ണഗീതി ഇൻ സാൻസ്ക്രിറ്റ് ബൈ മാനവേദ. മാനവേദ എഴുതിയ കൃഷ്ണഗീതി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പെർഫോമൻസ് ചെയ്യാറുള്ളത്. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് മന്ദളം, ഇലത്താളം, ചേങ്ങില, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോർഡ് കൃഷ്ണയ്ക്കുള്ളൊരു ഓഫറിംഗ് ആയിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പെർഫോമൻസ് റോയൽ ഫാമിലിയുടെ ഡിക്ലൈനിന് ശേഷം ഇത് കംപ്ലീറ്റ്ലി ടെമ്പിളിന് ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ടെമ്പിൾസിൽ ഇത് റെഗുലർ പെർഫോമൻസ് ആയിട്ട് പ്ലേ ചെയ്യാറുണ്ട്. ആൻഡ് കഥകളിക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു ആർട്ട് ഫോമാണ് ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കഥകളിയാണ്. കഥകളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറ്റ് ഇസ് എ ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമ ഓഫ് കേരള. ആൻഡ് അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് സ്റ്റോറി പ്ലേ. കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറി, കളി എന്ന് പറഞ്ഞാൽ പ്ലേ ഓർ പെർഫോമൻസ്. ഇത് ഇവോൾവ് ചെയ്യുന്നത് 17th സെഞ്ചുറിയിലാണ്. ആൻഡ് ഇറ്റ് കമ്പൈൻസ് ഡാൻസ്, മ്യൂസിക്, ആക്ടിങ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് മുന്നേ ഉണ്ടായിരുന്ന ആർട്ട് ഫോംസ്, കൃഷ്ണനാട്ടം, രാമനാട്ടം, കൂടിയാട്ടം പോലെയുള്ള ആർട്ട് ഫോംസിൽ നിന്നാണ് ഈ കഥകളി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കഥകളിയുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. ആൻഡ് സ്റ്റോറീസ് എടുത്തിരിക്കുന്നത് രാമായണം, മഹാഭാരത ആൻഡ് പുരാണാസ് പോലെയുള്ള ഹിന്ദു എപ്പിക്സിൽ നിന്നാണ്. ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക് സോപാന സംഗീതമാണ്. ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇങ്ങനെയുള്ള മെയിൻ പ്രിക്കോഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രഡീഷണലി ഇത് രാത്രി കാലങ്ങളിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ആൻഡ് പിറ്റേന്ന് രാവിലെ വരെ ഇത് നീണ്ടു പോകാറുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് പെർഫോംഡ് അറ്റ് ടെമ്പിൾ കോർട്ട്യാർഡ്സ്. ആൻഡ് ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ആണ് വളരെ ഗ്രാൻഡ് ആണ് ആൻഡ് കളർഫുൾ ആണ്. വൈറ്റ് സ്കേർട്ട്സും ലാർജ് ഹെഡ് ഗിയേഴ്സും ഫേസ് പെയിൻസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഗ്രാൻഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ് കഥകളിക്കുള്ളത്. മെയിൻലി വരുന്ന കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് പച്ച, കത്തി, കരി, മിനുക്ക്, താടി. പച്ച എന്ന് പറയുന്നത് ഗ്രീൻ കളറിലുള്ള നോബൽ ഹീറോസിനെയും ഗോഡ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു കോസ്റ്റ്യൂമാണ്. ആൻഡ് കത്തി അല്ലെങ്കിൽ നൈഫ്, ഇത് വില്ലൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. കരി ഡീമൻസ്, ഹണ്ടേഴ്സ്, ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ഇവരെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്താണ് കരി എന്ന് പറയുന്ന കോസ്റ്റ്യൂം. ദെൻ മിനുക്ക് അല്ലെങ്കിൽ റേഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു കോസ്റ്റ്യൂം ഫീമെയിൽ ക്യാരക്ടേഴ്സിനും സേഡ്സിനും വേണ്ടിയുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ താടി എന്ന് പറയുമ്പോൾ വിഷ്യസ് ക്യാരക്ടേഴ്സ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താടീസ് ഉണ്ട്. ചുവന്ന താടി, വെള്ളത്താടി, കറുത്ത താടി. ഇതാണ് കോസ്റ്റ്യൂംസ് വരുന്നത് കഥകളിയിൽ. നെക്സ്റ്റ് വരുന്ന ടെമ്പിൾ ആർട്ട് ഫോം എന്ന് പറയുന്നത് പടയണിയാണ്. പടയണി എന്ന് പറയുന്നത് സെൻട്രൽ ട്രാവൻകൂർ റീജിയനിൽ പെർഫോം ചെയ്തിരുന്ന ഒരു റിച്വൽ ആർട്ട് ഫോമാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ്, ഒരു റിച്വൽ ആണിത്. ആൻഡ് ഇറ്റ് ഇസ് പെർഫോംഡ് അറ്റ് ഭദ്രകാളി ടെമ്പിൾസ്. അപ്പോൾ ഇതിൽ സെൻറ്റർ ഫിഗർ എന്ന് പറയുന്നത് ഗോഡസ് ഭദ്രകാളി റെപ്രസെൻറ്റ് ചെയ്യുന്ന കോലമാണ്. ആൻഡ് ഈ കോലം പെർഫോം ചെയ്യുന്നത് ദീപൻ ദാരികനെ ഡിഫീറ്റ് ചെയ്യുന്ന വിക്ടറിയുടെ ഒരു ഡ്രാമറ്റൈസിങ് പെർഫോമൻസ് ആയിട്ടാണ് ഈ പടയണി പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ആർട്ടിസ്റ്റ് എലാബറേറ്റ് മാസ്കും ഹെഡ് ഗിയേഴ്സും ഒക്കെ വെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കും ഡാൻസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു റിച്വൽ ആർട്ട് ഫോമാണ് പടയണി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടം തുള്ളലാണ്. ഓട്ടം തുള്ളൽ എന്ന് പറയുന്നത് കേരളത്തിൽ ആർട്ട്, മ്യൂസിക്, ഡാൻസ്, സ്റ്റോറി ടെല്ലിംഗ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ട്രഡീഷണൽ പെർഫോമിംഗ് ആർട്ടാണ്. പിന്നെ തുള്ളൽ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഡാൻസ് ഓർ ജമ്പ് എന്നാണ്
അതിൻ്റെ മീനിങ് വരുന്നത്. ആൻഡ് ഇത് ക്രിയേറ്റ് ചെയ്തത് കുഞ്ചൻ നമ്പ്യാറാണ് ഇൻ ദി 18th century. ആൻഡ് ഓട്ടംതുള്ളലിൻ്റെ ജെനസിസിനെ ബേസ് ചെയ്തൊരു ഫേമസ് സ്റ്റോറി ഉണ്ട്. അതായത് ഒരു ദിവസം കുഞ്ചൻ നമ്പ്യാർ ചാക്യാർകൂത്ത് പെർഫോമൻസിന് മിഴാവ് പ്ലേ ചെയ്യായിരുന്നു അമ്പലപ്പുഴ ടെമ്പിളിൽ. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പെർഫോം ചെയ്തിരുന്ന ചാക്യാർ പുള്ളിക്കാരനെ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലിട്ട് തന്നെ കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് പിറ്റേന്ന് തന്നെ ഒരു പുതിയ ആർട്ട് ഫോം ചെയ്യുകയും അത് പിറ്റേന്ന് തന്നെ ടെമ്പിളിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം കുഞ്ചൻ നമ്പ്യാർ ക്രിയേറ്റ് ചെയ്തെടുത്തെന്നുള്ളൊരു സ്റ്റോറി ഉണ്ട്. കല്യാണ സൗഗന്ധികമാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് എഴുതിയ തുള്ളൽ സ്റ്റോറി എന്ന് പറയുന്നത്. തുള്ളൽ മെയിൻലി 3 ടൈപ്സ് ആണ് ഉള്ളത്: ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ ആൻഡ് ഓട്ടം തുള്ളൽ. ആൻഡ് ഓട്ടം തുള്ളലാണ് ഇതിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് എ സോളോ ഡാൻസ് ഡ്രാമ വേർ ദ പെർഫോമർ സിങ്സ് ആൻഡ് ആക്ട്സ്. എന്താണ് എക്സ്പ്രഷനും ജെസ്റ്റേഴ്സ് യൂസ് ചെയ്ത് എന്താണ് പാട്ട് പാടുകയും ആക്ട് ഔട്ട് വേഴ്സസ് ആക്ട് ഔട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൽ ഹ്യൂമർ ആൻഡ് സറ്റയർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ്പ്രസ് സോഷ്യൽ ക്രിറ്റിസം, നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന സോഷ്യൽ ക്രിറ്റിസം സിമ്പിൾ ലാംഗ്വേജിൽ ഈ ഒരു ഓട്ടംതുള്ളലിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് മലയാളം ലാംഗ്വേജ് തന്നെയാണ് പെർഫോം ചെയ്യുന്നത് വിത്ത് റിതമിക് വേഴ്സസ് ആൻഡ് സറ്റാരിക്കൽ കമൻട്രി. അപ്പോൾ ഇത് ഒരു സോഷ്യൽ റിഫോമിൻ്റെ ഒരു മീഡിയമായിട്ട് ഈ ഒരു ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന ആർട്ട് ഫോം യൂസ് ചെയ്യാറുണ്ട്. ഇത്രയായിരുന്നു ടെമ്പിൾ ആർട്ട് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോക്ക് ആർട്സ് ആണ്. ഫോക്ക് ആർട്സ് എന്ന് പറഞ്ഞാൽ ഫോക്ക് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത വിഷ്വൽ ആർട്സിനെയാണ് ഈ ഫോക്ക് ആർട്സ് എന്ന് പറയുക. അപ്പോൾ ഇത് പെർട്ടിക്കുലർലി ഒരു കൾച്ചറൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ആ ഒരു മെമ്പേഴ്സ് ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പിലോ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത ആർട്ട് ഫോംസ് ആണ് ഈ ഫോക്ക് ആർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെയ്യമാണ്. തെയ്യം എന്ന് പറയുന്നത് നോർത്ത് കേരള, എസ്പെഷ്യലി കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പെർഫോം ചെയ്യുന്ന ഒരു റിച്വലിസ്റ്റിക് ഡാൻസ് ആണ്. ഇതിനെ കളിയാട്ടമെന്നും ചില ഏരിയാസിൽ അറിയപ്പെടുന്നു. അപ്പോൾ തെയ്യം എന്ന് പറയുന്ന വേർഡ് വരുന്നത് ദൈവം എന്ന് പറയുന്ന ടേമിൽ നിന്നാണ്, വിച്ച് മീൻസ് ഗോഡ്. അപ്പോൾ ഈ റിച്വൽ പെർഫോമൻസിൽ പെർഫോമറിൻ്റെ ബോഡിയിലേക്ക് ഗോഡ് എൻറ്റർ ചെയ്യുന്നു എന്നാണ് ഒരു ബിലീഫ് വരുന്നത്. ആൻഡ് ഇത് ഈ പെർഫോം ചെയ്യുന്നത് കാവുകൾ, അതായത് സീക്രട്ട് ഗ്രൂപ്പ്സ് ആൻഡ് ടെമ്പിൾസിലാണ്. ആൻഡ് ഇതിൽ തെയ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചില ഹീറോസ്, ആൻസിസ്റ്റേഴ്സ്, സ്പിരിറ്റ്സ് ആൻഡ് ലോക്കൽ ഡൈറ്റീസ് ഉണ്ട്. ആൻഡ് ഇതിൽ ഡാൻസ്, മ്യൂസിക്, മൈം ആൻഡ് ഒറാക്കുലർ സ്പീച്ച്. ഒറാക്കുലർ സ്പീച്ച് എന്ന് പറയുമ്പോൾ ബ്ലെസ്സിങ്സ് കൊടുക്കാനും പ്രഡിക്ഷൻസ് നടത്താനുമുള്ള ഒറാക്കുലർ സ്പീച്ചസും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കളർഫുൾ ആൻഡ് എലാബറേറ്റ് റിച്വൽ ആർട്ട് ഇൻ ഇന്ത്യ. കോസ്റ്റ്യൂംസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഹ്യൂജ് ഹെഡ് ഗിയേഴ്സ്, ഫേസ് പെയിൻറ്റ്, ബ്രൈറ്റ് കോസ്റ്റ്യൂംസ് ഉണ്ട് മെയ്ഡ് ഫ്രം കോക്കനട്ട് ലീവ്സ് ആൻഡ് ക്ലോത്ത്സ് ആൻഡ് മെറ്റൽ ഓർണമെൻറ്റ്സ്. ഇങ്ങനെയുള്ള ഒരു എലാബറേറ്റ് കോസ്റ്റ്യൂമാണ് തെയ്യത്തിനുള്ളത്. ആൻഡ് ഇത് തെയ്യം പെർഫോം ചെയ്യുന്നത് ട്രഡീഷണൽ കമ്മ്യൂണിറ്റീസിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് വണ്ണാൻ മലയാളം കമ്മ്യൂണിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരാണ് തെയ്യം പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ട് ഫോം എന്ന് പറയുന്നത് കുമ്മാട്ടിക്കളിയാണ്. കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് ഒരു മാസ്ഡ് ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ ഇതിൽ ഡാൻസേഴ്സ് വുഡൻ മാസ്ക് ഫേസിൽ ധരിക്കും. ആൻഡ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗോഡ്സ്, ഡീമൻസ്, ആനിമൽസ് ആൻഡ് ലെജൻഡറി ക്യാരക്ടേഴ്സ് ആണ്. ഇത് കൂടുതലും പെർഫോം ചെയ്യുന്ന പാലക്കാട്, തൃശ്ശൂർ, വയനാട് ഏരിയയിലാണ്. ആൻഡ് ഇറ്റ് ഇസ് പെർഫോം ഡ്യൂറിങ് ഓണം. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് റിതമിക് മൂവ്മെൻറ്റ്സ്, ഫോക്ക് സോങ്സ് ആൻഡ് പ്രൊസഷൻസ് ത്രൂ വില്ലേജ്. ഇപ്പോൾ വില്ലേജിൽ കൂടി റിതമിക് മൂവ്മെൻറ്റ്സും ഫോക്ക് സോങ്സും അതുപോലെ തന്നെ പ്രൊസഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആസ് വെൽ ആസ് ബ്ലെസ് ഹൗസ് ഹോൾഡ്. ബ്ലെസ്സിങ് കൊടുക്കാനും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും എല്ലാം ഇത് പെർഫോം ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കക്കരശ്ശി നാടകമാണ്. കക്കരശ്ശി നാടകം എന്ന് പറയുന്നത് ഒരു ഫോക്ക് ആർട്ട് ഫോം ആണ്. സെൻട്രൽ കേരളയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. ഇറ്റ് ഈസ് എ മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമ. ഒരു പെക്യൂലിയർ സ്റ്റോറി ലൈനുള്ള മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമയാണ് ഈ കക്കരശ്ശി നാടകം. അതിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് സുന്ദരക്കാക്കാനായിരിക്കും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാക്കാല കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് മറ്റ് ക്യാരക്ടേഴ്സിനെ കാക്കാത്തി വേടൻ അങ്ങനെയുള്ള മറ്റ് പല ക്യാരക്ടേഴ്സും ഈ നാടകത്തിൽ വരുന്നുണ്ട്. ഇതിൽ സീൻസ് എന്ന് പറയുന്നത് ഡയലോഗ്സും മ്യൂസിക്സും സോങ്സും ഒക്കെ മിക്സ് ചെയ്തൊരു എനാക്ടിങ് ഫോമാണ് ഈ ഒരു ആർട്ട് ഫോമിൽ വരുന്നത്. ആൻഡ് കാക്കാലൻ ഫ്യൂ ഫോക്ക് ഡാൻസും റിതമിക് ബീറ്റ്സും യൂസ് ചെയ്ത് എൻറ്റർ ചെയ്യുന്നു. ആൻഡ് തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ആ സ്റ്റേജിൻ്റെ സെൻട്രലായിരിക്കും ഇരിക്കുക. ആൻഡ് ഹീ ഈസ് ദ ക്വസ്റ്റ്യനർ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി പറയുന്നതായിട്ടാണ് ഈ ഒരു ആർട്ട് ഫോം പോകുന്നത്. ആൻഡ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ മലയാളം ലാംഗ്വേജിലാണ്. ആൻഡ് ഇറ്റ് ഡെപ്പിക്സ് സോഷ്യൽ ക്രിറ്റിസം, സറ്റയർ ആൻഡ് ഹ്യൂമർ. നെക്സ്റ്റ് ഫോക്ക് ആർട്ട് ഫോം എന്ന് പറയുന്നത് ചവിട്ട് നാടകമാണ്. അപ്പോൾ ചവിട്ട് നാടകം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്രിസ്ത്യൻ ആർട്ട് ഫോം ആണ്. പോർച്ചുഗീസ് തിയേറ്ററിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയി വന്ന ഒരു ടൈപ്പ് ഓഫ് ഫോക്ക് ആർട്ടാണ് ചവിട്ട് നാടകം. അപ്പോൾ ഇതിൽ മെയിൻ വരുന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് ഹീറോയിക് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്, പോർട്രേയിങ് കിങ്സ്, ബാറ്റിൽസ് ആൻഡ് ക്രിസ്ത്യൻ ലെജൻഡ്സ്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മേക്കപ്പും എലാബറേറ്റ് കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. ആൻഡ് ഡീറ്റെയിൽ ജെസ്റ്റേഴ്സ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്സ്. കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഗ്രീക്ക് റോമൻ സോൾജേഴ്സിൻ്റെയും യൂറോപ്യൻ കിങ്സിൻ്റെ ഒക്കെ ഒരു കോസ്റ്റ്യൂമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഒപ്പേറയുടെയും
അതുപോലെ തന്നെ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള കഥകളി ആൻഡ് കളരിപ്പയറ്റ് ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു ആർട്ട് ഫോമിൽ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ഫ്ലോറിൽ സ്റ്റോംപ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ട് ഫോം പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ചവിട്ടി ചവിട്ടി, അതുകൊണ്ടാണ് അതിൻ്റെ പേര് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ചവിട്ടി ഒരു റെസനേറ്റിംഗ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു ആർട്ട് ഫോമിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ. ആൻഡ് ഇതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് തട്ട്, അത് വുഡ്സ് കൊണ്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ സൗണ്ട് നല്ലവണ്ണം കേൾക്കും. നെക്സ്റ്റ് ഫോക്ക് ആർട്ട് എന്ന് പറയുന്നത് പുലിക്കളിയാണ്. പുലിക്കളി എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് വൈബ്രന്റ് ആൻഡ് യുണീക്ക് ഫോക്ക് ആർട്ട് ഫോം ആണ്. ആൻഡ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് തൃശ്ശൂരിൽ ഓണം ടൈമിലാണ്, മെയിൻലി ഓൺ ദ 4th day. ഇതിൽ പെർഫോമേഴ്സ് ബോഡി ഫുള്ള് ടൈഗറിൻ്റെയും ഹണ്ടറിൻ്റെയും പെയിൻറ്റിങ് ചെയ്തിട്ട് പ്രിക്കോഷൻ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നതാണ് പുലിക്കളി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എൻ്റർടൈനിങ് പീപ്പിൾ ആൻഡ് സെലിബ്രേറ്റിംഗ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പീപ്പിളിനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോക്ക് ആർട്ട് ഫോം എന്ന് പറയുന്നത് കോൽക്കളിയാണ്. കോൽക്കളി എന്ന് പറയുന്നത് നോർത്തേൺ മലബാർ റീജിയനിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ്. ഇതിൽ ഡാൻസേഴ്സ് സ്റ്റിക്സ്, കോല് കൊണ്ട് സർക്കുലർ മോഷനിൽ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യും. അതിനെയാണ് കോൽക്കളി എന്ന് പറയുന്നത്. ആൻഡ് കളരിപ്പയറ്റ് എന്ന് പറയുന്ന ആർട്ട് ഫോമിൽ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കോമൺ എമംഗ് മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ഇൻ നോർത്തേൺ കേരളയിൽ കോമൺ ആയിട്ട് മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഇത് പെർഫോം ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് സിംബലൈസസ് യൂണിറ്റി, കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണൽ സെലിബ്രേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐവർകളിയാണ്. ഐവർകളി എന്ന് പറയുന്നത് ആശാരി കൊല്ലൻ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ പെർഫോം ചെയ്യുന്ന ഡാൻസാണ് ഈ ഐവർകളി. ഇതിന് പാണ്ഡവർ കളി എന്നും അറിയപ്പെടുന്നു. ഇതിൽ പാണ്ഡവരുടെ മഹാഭാരതത്തിലുള്ള പാണ്ഡവരുടെ സ്റ്റോറീസ് ആണ് ഇതിൽ മെയിനായിട്ടും പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് മെൻ നിലവിളക്കിന് ചുറ്റും നിന്ന് അവർ ഡാൻസ് ചെയ്യുന്നു. അതിനെയാണ് ഈ ഐവർ കളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോതമുരിയാട്ടം. അപ്പോൾ ഈ കോതമുരിയാട്ടം എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഫോക്ക് ആർട്ട് ഫോം ആണ് ഓഫ് നോർത്തേൺ കേരള. ഇത് ഗോദാവരി ആട്ടം എന്നും ഇതിന് അറിയപ്പെടുന്നു. ഇത് തെയ്യത്തിൻ്റെ വേറൊരു ഫോമാണ്. അപ്പോൾ ഇതിൽ പെർഫോമേഴ്സ് കൗവിൻ്റെ ഫേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് ഫോം റിലേറ്റ് ചെയ്തിട്ടുള്ള ബിലീഫ് എന്ന് പറയുന്നത് ഇത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ദേശത്ത് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ പ്രോസ്പെറസ് ആയിട്ടുള്ള ഈൽഡ്സും ലൈഫ് സ്റ്റോക്സും ഇൻക്രീസ് ചെയ്യുമെന്നുള്ളൊരു ബിലീഫാണ് ഈ ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യുന്നതിനുള്ളത്. ഇതിൽ മ്യൂസിക്കും സ്പീച്ചും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഹ്യൂമറസ് ആയിട്ടുള്ള എലിമെൻസും സോഷ്യലി കോൺഷ്യസ് ആവുന്ന എലിമെൻസും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് ഇത്രയാണ് ആർട്ട് ഫോംസ് ഓഫ് കേരള എന്ന് പറയുന്നത്.